പ്ലഷർ ഫോർ മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പോൾ വൈകുന്നേരം ഞാൻ സാധാരണയായിട്ട് 4-4:30 മണിയാകുമ്പോഴത്തേക്കും പശുവിനെ തുറന്നു വിടും. അവളെ കെട്ടിയിടാറില്ല കേട്ടോ. എങ്ങോൾ കയറിയൊന്നും പോവില്ല, പുറത്തേക്കൊന്നും പോവില്ല. പക്ഷെ ഇന്നെനിക്കൊരു 8ൻ്റെ പണിയവൾ തന്നു. അവൾ പാടത്ത് അറ്റത്ത് പോയിട്ട് കയറിൽ ചുറ്റി പണഞ്ഞു നിന്നു. ലാസ്റ്റ് ഹസ്ബൻഡ് വന്ന് ശേഷമാണ് അവൾ അവിടെ നിന്ന് പോയി അഴിച്ചിട്ട് വന്നത്. അതാണിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഈ മരങ്ങളും ചെടികളൊക്കെ ഉള്ളത് കാരണം, പിന്നെ മുള അതൊക്കെ ഉള്ളത് കാരണം നമുക്ക് എപ്പോഴും ഫ്രണ്ടിൽ ഇങ്ങനെ ഇലകളൊക്കെ വീണുകൊണ്ടിരിക്കും. നമ്മൾ 2 പ്രാവശ്യം മിനിമം അവിടെ വൃത്തിയാക്കി മാത്രമേ നമ്മളുടെ അവിടെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരം അവിടെ അടിച്ച് വൃത്തിയാക്കി ഇടും. മഴക്കാലത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുളയുടെ ഇലയൊക്കെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ തേച്ച് വിടാൻ വേണ്ടി പോയി. അതൊക്കെ വീഡിയോ എടുത്തതാണ്, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു ആഗ്രഹം കൊണ്ട്, ഒരു ആവേശത്തിന് ചെയ്തതാണ്. എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും വശമില്ലാത്തതുകൊണ്ട് മോള് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ടാവും. തുടക്കക്കാരി എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്, അവളും കൂടി. അങ്ങനെ കുറേ സമയം അവളുടെ കൂടെ നടന്നു. അവൾ കുറച്ച് സംശയമൊക്കെ ചോദിച്ച് എൻ്റെ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കും. പശുവിന് വെള്ളമൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ കൊടുത്ത് വൈക്കോലൊക്കെ ഇട്ട് വന്നു. അവളെ അഴിക്കാൻ ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ തന്നെ അഴിഞ്ഞ് വന്ന് അവളുടെ കഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പോയി അഴിക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. വിളക്കൊക്കെ കത്തിച്ചു. വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട്. മനസ്സിലൊരു വല്ലാത്ത ശാന്തിയാണ് നമുക്ക് കിട്ടുക അത് ചൊല്ലുമ്പോഴത്തേക്ക്. എൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി അതിന് ശേഷം കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും മസാല ദോശ തിന്നണം എന്നൊരു ആഗ്രഹം. ഞാൻ മാവൊന്നും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ദോശയുടെ മാവ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ദോശയുടെ മാവ് പുറത്തുനിന്ന് വാങ്ങി. മോള് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ വീഡിയോസ് പിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പൊടി എല്ലാം കൂടിയിട്ട് കുക്കറിൽ ആക്കി. അപ്പോൾ ദോശയിലേക്കുള്ള മസാല റെഡിയായി. നാളികേര ചട്നി ഞാൻ വേറെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് ചൊഴിച്ചു. പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇപ്പോൾ കുറച്ച് പൊടിയും കൂടി കടുക് വറുത്ത് കുറച്ച് പൊടിയൊക്കെ ഇട്ട്
പുളിവെള്ളമൊക്കെ ഒഴിച്ച് സാമ്പാർ സെറ്റാക്കി ലാസ്റ്റ് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല. ദോശ പുറത്തുനിന്നുള്ള മാവ് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും ദോശ എനിക്ക് ഒരു ക്രിസ്പായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ളോഗ്.